ഹായ്, ഇസ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അങ്ങനെ പുഷ്പ 2 തിയേറ്ററിലേക്ക് എത്തി. ആദ്യ ദിനം തന്നെ പുഷ്പ 2 കാണുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. അപ്പോൾ പടം എങ്ങനെയുണ്ടെന്നല്ലേ, അതായിരിക്കും നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കുന്നത്. നമുക്കതിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഹീറോ അല്ലു അർജുനെ കുറിച്ച് നോക്കുമ്പോൾ ഐക്കൺ സ്റ്റൈലിഷ് സ്റ്റാറായി തുടങ്ങി ഇന്ന് ഐക്കൺ സ്റ്റാറായിട്ട് എത്തി നിൽക്കുന്നു. പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് എത്തി നിൽക്കുന്നു. രാജ്യം മൊത്തം വലിയൊരു ഫാൻ ബേസ് ഉള്ളൊരു നടനാണ്. നമ്മളത് പ്രീ റിലീസ് ഇവൻറ്റുകളിലെല്ലാം നമ്മൾ കണ്ടതാണ്, ഓഡിയോ ലോഞ്ചിലും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ തെലുങ്കിൽ ഫസ്റ്റ് നാഷണൽ അവാർഡ് മേടിച്ചൊരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിയാൽ അദ്ദേഹം എല്ലാ സിനിമകളിലും തൻ്റെ പെർഫോമൻസ് വളരെ മനോഹരമായിട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിലും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിന് ഇൻട്രോയും കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. പിന്നെ ഇൻ്റർവെൽ സീൻസും കാര്യങ്ങളുമൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് ആ ടെമ്പിൾ ഫൈറ്റ് സീനാണ്. കാരണം പെൺവേഷം കെട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെമ്പിൾ ഫൈറ്റ് സീന് വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് ദേവ്ശ്രീ പ്രസാദിൻ്റെ ബിജിഎമ്മും കൂടെ ആയപ്പോഴേക്കും വളരെ ഗുംസോംസ് നൽകിയ ഒരു സീനായിരുന്നു ആ ടെമ്പിൾ ഫൈറ്റ് സീന്. ആ ടെമ്പിൾ ഫൈറ്റ് സീന് തൊട്ട് മുമ്പ് കുറച്ച് സീനുകളുണ്ട്, അതായത് അഭിനയിക്കാൻ നല്ല സ്കോപ്പുള്ള സീനുകൾ, അവിടെയൊക്കെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു. അപ്പോഴാണ് നമുക്ക് തന്നെ തോന്നിയത്, ഓക്കെ, ഇദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടാൻ ഇദ്ദേഹം അർഹനാണ് എന്ന് തോന്നിയത്. ആ കുറേ സീനുകളൊക്കെ കണ്ടപ്പോഴാണ്. അദ്ദേഹം പതിവ് പോലെ കംപ്ലീറ്റ് എൻ്റർടൈനർ അദ്ദേഹത്തിൻ്റെ റോളുകൾ വളരെ മനോഹരമായിട്ട് ചെയ്തു. അതായത് ഒരു ഡോണായിട്ട് പോകുന്ന അവിടെ ഇദ്ദേഹം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫാമിലി സെൻറ്റിമെൻറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവരും പേടിപ്പിക്കുന്ന ഒരു ക്യാരക്ടറിൽ നിന്നും കുടുംബം വരുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലി വരുമ്പോൾ ഒരു പൂച്ചയെപ്പോലെ വൈഫിൻ്റെ മുന്നിലായിക്കോട്ടെ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ഒരു സാധാരണ ഒരു പാവത്താനെ പോലെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ, അതൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഹീറോയിൻ രശ്മിയെക്കുറിച്ച് നോക്കുമ്പോൾ, രശ്മിക മണ്ടാന അവരെക്കുറിച്ച് നോക്കുമ്പോൾ, അവർ ചില സീനുകളിലൊക്കെ അവർ വളരെ സീരിയസ് ആയിട്ട് ചില ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഓഡിയൻസ് തിയേറ്ററിൽ ചിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ തിയേറ്ററിൽ അങ്ങനെയായിരുന്നു. എന്താണോ എന്നറിയില്ല, രശ്മിക ഒരു ട്രോൾ ക്യാരക്ടറായി പോയി എന്ന് തോന്നുന്നു. ഞങ്ങളുടെ തിയേറ്ററിൽ അതായിരുന്നു സീന്. സാധാരണ ഹീറോയിൻസിന് മാസ് ഹീറോസിൻ്റെ കൂടെയൊക്കെ അധികം സ്ക്രീൻ സ്പേസ് ലഭിക്കാറില്ല. പക്ഷേ ഇതിൽ രശ്മികയ്ക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. രശ്മിക പിന്നെ ഇതിൻ്റെ ഡയറക്ടർ സുകുമാറിനെ കുറിച്ച് നോക്കുമ്പോൾ, അല്ലു അർജുന് കരിയർ ബ്രേക്ക് നൽകിയത് സുകുമാറാണ്. അദ്ദേഹത്തിൻ്റെ സുകുമാറിൻ്റെ ആദ്യ ചിത്രം ആര്യ, അല്ലുവിൻ്റെ രണ്ടാമത്തെ ചിത്രം, അതായിരുന്നു അല്ലു അർജുനെ കൂടുതൽ പോപ്പുലറാക്കിയതും കരിയർ ബ്രേക്ക് നൽകിയതും. അപ്പോൾ സുകുമാർ അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ ജോലിയും വളരെ മനോഹരമായി ചെയ്തു എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. തെലുങ്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഇവിടേക്ക് എങ്ങനെ കണക്റ്റ് ആകുമോ എന്നറിയില്ല, തെലുങ്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമ അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ലെങ്ത്ത്, ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്. അതായത് 3 മണിക്കൂർ 20 മിനിറ്റാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഡ്യൂറേഷന്. ആ ഒരു ഡ്യൂറേഷൻ ഡയറക്ടർ ഒരിടത്തും ബോറില്ലാതെ നമ്മളെ അവിടെ പിടിച്ചിരുത്തിയെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. കാരണം 2 മണിക്കൂർ പോലും ഇന്ന് നമുക്ക് ബോറടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 3.5 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂർ അടുത്ത് ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ റിസ്ക്കാണ്. എവിടെയെങ്കിലും ബോറടിച്ചാൽ തന്നെ അത് വളരെ നെഗറ്റീവായിട്ട് മാറും. പക്ഷേ ഒരിടത്തും ബോറടിക്കാത്ത രീതിയിൽ അത് കൊണ്ടുപോയി എന്നാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ചില സീനുകളിലൊക്കെ സോങ്സ് നമ്മളിങ്ങനെ നിർത്തിയും ബിജിഎമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡയറക്ടറിൻ്റെ ജോലി വളരെ മനോഹരമായിട്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് DSP ആണ്, അതായത് മ്യൂസിക് ഡയറക്ടർ. അടിപൊളി ബിജിഎമ്മും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചില സീനുകളിലൊക്കെ ബിജിഎമ്മും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് സോങ്സ് നൽകും. പാട്ടുകളുമൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീലിംഗ് സോങ് ആണ്. അതിൻ്റെ കൊറിയോഗ്രാഫിയും കാര്യങ്ങളും പിന്നെ മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ DSPയുടെ കൂടെ BGM അഡീഷണലായിട്ട് സാം CS ഉണ്ട്. അത് ഫസ്റ്റ് പടം തുടങ്ങുമ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് സാം CS ഇതിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ടെന്ന്, BGMൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും DSPയെക്കുറിച്ച് നോക്കുമ്പോൾ അല്ലു അർജുന് കൂടുതൽ ഹിറ്റുകൾ നൽകിയത്, അല്ലെങ്കിൽ അല്ലു അർജുനെ കൂടുതൽ പോപ്പുലർ ആക്കിയത് ദേവ്ശ്രീ പ്രസാദാണ്. അതായത് ആര്യയൊക്കെ കൂടുതൽ ഹിറ്റുകളും അല്ലു അർജുനെ കൂടുതൽ ഹിറ്റുകളും നൽകിയത് ദേവ്ശ്രീ പ്രസാദാണ്. ആര്യ 2 കാര്യങ്ങളുമൊക്കെ വണ്ണിയും എല്ലാം അദ്ദേഹമാണ് ചെയ്തത്, മ്യൂസിക് ചെയ്തത്. അപ്പോൾ അല്ലു അർജുനെ കൂടുതൽ പോപ്പുലർ ആക്കിയത്, അല്ലെങ്കിൽ ഒരു ഹീറോയെ കൂടുതൽ പോപ്പുലർ ആക്കുന്നത് പാട്ടുകളിലൂടെയാണ്. അത് ദേവ്ശ്രീ പ്രസാദാണ് അല്ലു അർജുനെ കൂടുതൽ പോപ്പുലർ ആക്കിയതെന്ന് പറയാം. പിന്നെ മറ്റ് ക്യാരക്ടേഴ്സ് അവരവരുടെ ജോലി വളരെ മനോഹരമായിട്ട് ചെയ്തു. പിന്നെ നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിലിനെ കുറിച്ച് പറയുമ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. ഏത് ഭാഷയിലായിക്കോട്ടെ, ഏത് റോളായിക്കോട്ടെ, ഏത് ക്യാരക്ടർ ആയിക്കോട്ടെ, ആ മനുഷ്യൻ ജീവിച്ച് കാണിച്ചു തരും. അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ച് കാണിച്ചു തരുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ റോൾ വളരെ മനോഹരമായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് അല്ലു അർജുനൊപ്പം കട്ടയ്ക്ക് പിടിച്ച് നിന്ന് അല്ലു അർജുനെ പറപ്പിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടറൈസേഷനൊക്കെ വളരെ മനോഹരമായിരുന്നു. ഇപ്പം പുഷ്പ 3ക്കുള്ള ലീഡ് തന്നിട്ടുണ്ട്. അതിലും
ഫഹദിന് വേണ്ടി ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്. അദ്ദേഹം ഇനി എന്തൊക്കെയാണ് കാണിക്കാൻ പോവുക എന്നുള്ള ഒരു കട്ട വെയിറ്റിംഗ് ആണ് പുഷ്പ 3 എന്ന് പറയാം. മൊത്തത്തിൽ എല്ലാം കൊണ്ടും വൺ ടൈം വാച്ചബിളായൊരു പടം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഒരു ലോജിക്കൊന്നും ഇല്ലാതെ ലോജിക്കൊക്കെ മറന്നുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില സീനുകളൊക്കെ കണ്ടാൽ നമുക്ക് തന്നെ തോന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ, ഒരു അമാനുഷിക സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ലോജിക്കൊന്നും നമ്മുടെ മനസ്സിൽ തോന്നിയില്ലെങ്കിൽ ലോജിക്കൊക്കെ മറന്നുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയേണ്ട വളരെ നെഗറ്റീവായിട്ട് തോന്നിയത് ക്ലൈമാക്സിലെ ഫൈറ്റാണ്. കാരണം നല്ല രീതിയിൽ പോയ കഥയെ ക്ലൈമാക്സിലെ ഒരു ഫൈറ്റ് നമുക്ക് വളരെയധികം അരോചകം നൽകി. പ്രത്യേകിച്ച് ആ ഒരു ക്ലൈമാക്സിനകത്ത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ക്ലൈമാക്സിലെ ഫൈറ്റ് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ബാക്കി എന്തും നമുക്ക് സഹിക്കായിരുന്നു, പക്ഷേ ക്ലൈമാക്സിലെ ഫൈറ്റാണ് നമ്മളെ വളരെയധികം അരോചകമാക്കിയത്. ആ ഒരു ഫൈറ്റ് സീൻസ് ഒഴിവാക്കിയിട്ട് വേറെ രീതിയിലുള്ള ഫൈറ്റ് സീൻസ് അവിടെ ഉൾപ്പെടുത്തുകയായിരുന്നെങ്കിൽ, വേറെ എന്തെങ്കിലും ഐഡിയ ചെയ്യുമായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് നല്ലൊരു ഫാമിലി സെൻറ്റിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ക്ലൈമാക്സിൽ ആ ഒരു ഫൈറ്റാണ് നമ്മളെ അരോചകപ്പെടുത്തിയത്. നല്ല രീതിയിൽ പോയ സിനിമയെ ക്ലൈമാക്സ് ഇങ്ങനെ അങ്ങ് കൊണ്ടുവന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ആ ഫൈറ്റ് സീൻ ഒഴിച്ചാൽ ബാക്കി സിനിമ വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ആ ഫൈറ്റ് സീനാണ് നമ്മളെ കൂടുതൽ അരോചകപ്പെടുത്തിയത്. ആകെ മൊത്തത്തിൽ ഒരു വൺ ടൈം വാച്ചബിളാണ്. എല്ലാം മറന്നുകൊണ്ട് അല്ലെങ്കിൽ ലോജിക്കൊക്കെ മറന്നുകൊണ്ട് ഒരു 3.5 മണിക്കൂർ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ലാഗും കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഗുംസോം സീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പുഷ്പ ഇതിൽ വലിയ റിച്ചായ ഒരു മനുഷ്യനായിട്ടാണ് ഇതിൽ ക്യാരക്ടറൈസേഷനും കാര്യങ്ങളൊക്കെ. ഒരു കൂലിക്കാരിൽ നിന്നും വളരെയധികം റിച്ചായിട്ടൊരാളിലേക്ക്, ഒരു സ്റ്റേറ്റ് മൊത്തം ഭയപ്പെടുന്ന ഒരാളിലേക്കുള്ള വളർച്ച, അതാണ് ഈ പടത്തിൽ ഇതിൻ്റെ ഒരു മെയിൻ തോട്ടെന്ന് പറയുന്നത്. ഏതായാലും പുഷ്പ 3ക്കുള്ള ലീഡ് ക്ലൈമാക്സിന് നൽകുന്നുണ്ട്. അപ്പോൾ പുഷ്പ 3 ഇനി ഉടൻ തന്നെ, അല്ലെങ്കിൽ 2026 ആയിരിക്കും ചിലപ്പോൾ പടം വരാൻ പോകുന്നത്. ഇനി 3 വർഷം എടുക്കുമോയെന്ന് അറിയില്ല വരാൻ പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇത് മലയാളി ഓഡിയൻസിന് കണക്റ്റ് ആകുമോ എന്ന് ചോദിച്ചാൽ അത് ഡൗട്ടാണ്. കാരണം മലയാളികൾ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും സ്വീകരിക്കില്ല. കാരണം ലോജിക്കും കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടൊരു സിനിമയെ ഇവിടെ സ്വീകരിക്കുമോ എന്നറിയില്ല. പക്ഷേ തെലുങ്കിലും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പടം അടിപൊളിയായിരിക്കും, നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മലയാളികളുടെ കേരളത്തിലിത് മിക്സഡ് റിവ്യൂസ് വരാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.